AK ലതീഷ് തുടരുന്നുണ്ട്. CPIM കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറിയായ PV സത്യനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിന് സമീപം വച്ചാണ് അദ്ദേഹത്തെ വെട്ടിക്കൊന്നിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലതീഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. അഞ്ജന, 10:15 ഈ സംഭവം നടക്കുന്നത്. ക്ഷേത്ര ഉത്സവം നടക്കുന്നതിനിടയിലാണ് CPIMന്റെ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ PV സത്യനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. മൃതദേഹം ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. അക്രമി സംഘം ഈ പ്രദേശം വിട്ടു പോയിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ ഈ സംഭവത്തിന് പിന്നിൽ ആരാണെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതയോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പോലീസും അതേപോലെ തന്നെ CPIM നേതൃത്വവും നിലവിൽ ആരാണ് ആക്രമണത്തിന് പിന്നിലെന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ഇതുവരെ പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു വരേണ്ടതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടൊന്നും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നതായി വിവരമില്ല. അതുകൊണ്ട് തന്നെയാണ് CPIM നേതൃത്വവും പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം യാതൊരു പ്രകോപനവും ഇല്ലാതെ നടന്ന ഒരു ആക്രമണത്തിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പോലീസും ആ നിലയിൽ തന്നെ നിലവിലെ ഈ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ ആയിരിക്കും ഉണ്ടാവുക. CPIM കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി കീഴിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അഞ്ജന, വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് നാളെ ലതീഷ്, കൊയിലാണ്ടിയിലാണോ നാളെ ഹർത്താൽ? വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. കൊയിലാണ്ടി ഏരിയ കമ്മിറ്റിക്ക് ഏരിയ പ്രദേശത്താണ് ഹർത്താൽ. നഗരസഭാ പരിധിയിലാണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ കൊയിലാണ്ടി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രദേശത്ത് CPIM ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ കൊയിലാണ്ടി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രദേശങ്ങളിൽ നാളെ ഹർത്താലിന് CPIM ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കൊയിലാണ്ടിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അനന്തൻ കൊയിലാണ്ടി കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നു. ശ്രീ അനന്തൻ കൊയിലാണ്ടി, എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാമോ? ഏകദേശം ഒരു 1.5 മണിക്കൂർ മുമ്പാണ് കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപ്പുറം ക്ഷേത്ര മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ ഈ പാർട്ടിയുടെ CPIMന്റെ ലോക്കൽ സെക്രട്ടറിയായ PV സത്യൻ വെട്ടേറ്റ് കിടക്കുന്നതാണ് കണ്ടത്. ഓടിക്കൂടിയ ആളുകൾ ഉടനെ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് രാഷ്ട്രീയ ആക്രമണമാണോ എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. പോലീസ് കൊയിലാണ്ടി CCTV പരിശോധിച്ചിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊയിലാണ്ടിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ CA മെൽവിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ കൊയിലാണ്ടിയിൽ CPIMന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടിയിൽ ഹർത്താൽ ആചരിക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതായത് ഈ പ്രദേശത്തെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത ഒരു തരത്തിലുള്ള സംഘർഷ സാധ്യതയും കൊയിലാണ്ടിയിൽ ഈ സമീപകാലത്തൊന്നും ഇല്ലായിരുന്നു. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളോ രാഷ്ട്രീയ സംഘർഷങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സംഘർഷവും കൊയിലാണ്ടിയില്ലായിരുന്നു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ തന്നെ ഇനി ആ ഒരു തരത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടാൽ തന്നെ ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ തന്നെ ഉണ്ടായ ഒരു സംഭവമാണല്ലേ? ഇല്ല, ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന നിലയിലേക്ക് ഒരു തരത്തിലുള്ള സമീപനം CPIMന്റെ ഭാഗത്തുനിന്നോ മറ്റിടത് മുന്നണിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകില്ല. ആ തരത്തിലുള്ള ഒരു തീരുമാനം കൊയിലാണ്ടിയിൽ നിന്ന് പാർട്ടിയുടെ ഏരിയ നേതൃത്വം നിലവിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് ഒന്നും പോകുന്നില്ല. പ്രതിഷേധം നടത്തും. നാളെ കൊയിലാണ്ടി ഏരിയയിൽ ഹർത്താൽ ആചരിക്കുന്നത് ഒരു പ്രതിഷേധം മാത്രമാണ് ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥലത്ത് യാതൊരുവിധ സംഘർഷ സാഹചര്യവും നിലനിന്നിരുന്നില്ല അല്ലേ ഈ ഒരു കൊലപാതകം നടക്കുമ്പോൾ? ഇല്ലല്ലോ, ഒരു തരത്തിലുള്ള സംഘർഷ സാധ്യത കൊയിലാണ്ടിയിലില്ല. ആ ക്ഷേത്ര പരിസരത്ത് പോലും ഇല്ല. വളരെ ജനകീയമായി നടന്ന ഒരു ഉത്സവമായിരുന്നു. അതിനിടയിലാണല്ലേ ഇത്തരത്തിലുള്ള സംഭവം? അതെ, ജനകീയമായ ഒരു ഉത്സവ ക്ഷേത്രത്തിൽ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ആരാണ് ചെയ്തതെന്നുള്ള കാര്യത്തിന് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമാനം ഇതിന് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അയാൾക്ക് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിലുള്ളൊരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആളാരാണെന്ന് വ്യക്തമായില്ല. ചില ചാനലിനകത്ത് ഇപ്പോൾ പേര് കാണുന്നുണ്ട്. അയാളെ പറ്റി ഒരു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ.
അതാണ് വ്യക്തമാക്കാനുള്ളത്. ശരി, വളരെയധികം നന്ദി. എന്തായാലും യാതൊരു വിധത്തിലുള്ള പ്രദേശത്ത് യാതൊരു വിധത്തിലുള്ള സംഘർഷ സാഹചര്യമോ മറ്റോ നിലനിന്നിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വളരെ സമീപനം പാലിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം എന്ന രീതിയിൽ നാളെ ഹർത്താൽ ആചരിക്കാനാണ് CPIM തീരുമാനമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പ്രാദേശിക ലേഖകൻ പറഞ്ഞതനുസരിച്ച്, പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഏകദേശം 1.5 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഈ കൊല്ലപ്പെട്ട സഖാവ് PV സത്യനെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട രീതിയിൽ, വെട്ടേറ്റ രീതിയിൽ കണ്ടത്. അവിടെ നിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെ പോലീസുകാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. എന്താണ് ഇയാളുടെ രാഷ്ട്രീയം തുടങ്ങി വിഷയങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. AK ലതീഷ് തുടരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലതീഷ്, യാതൊരുവിധ സംഘർഷ സാഹചര്യവും നിലനിൽക്കാത്ത ഒരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. CPIM നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനത്തിനോ ഒന്നും നിൽക്കാതെ നാളെ ഒരു പ്രതിഷേധം ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് CPM നേതൃത്വം, അവിടുത്തെ ലോക്കൽ നേതൃത്വം എന്താണ് പറയുന്നത്? അഞ്ജന, കൊയിലാണ്ടിയിൽ നാളെ CPIM ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മൃതദേഹം ഇന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷമായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. അത് സംബന്ധിച്ച സമയം നിലവിൽ തീരുമാനിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. ആ ഘട്ടത്തിൽ എന്തായാലും നാളെ കൊയിലാണ്ടിയിൽ ഇതിന്റെ ഒരു പ്രതിഷേധം സൂചകമായാണ് CPIM ഇത്തരത്തിലൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം പോലീസ് നടത്തി കുറ്റക്കാരെ വിളിച്ചത് കൊണ്ടുവരണമെന്നടക്കമുള്ള കാര്യങ്ങൾ CPIM മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വ്യാപകമായി തന്നെ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ നാളെയായിരിക്കും ഉണ്ടാവുക. നിലവിൽ കൊയിലാണ്ടി പോലീസും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും CPIMന്റെ നേതാക്കളും എല്ലാം ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സത്യന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. ഈ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്? അതോടൊപ്പം തന്നെ ഇയാൾ എന്തെങ്കിലും തരത്തിലുള്ള പോലീസിന് മൊഴി നൽകിയതായോ മറ്റു വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? പോലീസ് നിലവിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പങ്കുവെക്കുന്നില്ല. കാരണം ഇത് സംബന്ധിച്ച് സംശയമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുക, ആ പ്രദേശത്ത് ഉള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുക എന്നത് സംബന്ധിച്ച പ്രാഥമികമായുള്ള ഒരു പരിശോധന എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ അന്വേഷണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വ്യക്തത വരണമെങ്കിൽ പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ വിശദമായി ചോദ്യം ചെയ്യുകയും ആ നിലയിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും പ്രദേശത്ത് പോലീസ് വ്യാപകമായി പരിശോധനയും തിരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ പേരെ ഇന്ന് തന്നെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യാൻ കഴിയും. ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രാഥമികമായി പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കാരണം മറ്റു കൂടുതൽ ദൂരങ്ങളിൽ നിന്നും ആളുകൾ വരുന്ന ഒരു പ്രദേശമല്ല. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ സംഘർഷത്തിൽ മുമ്പ് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഏർപ്പെട്ടിരുന്ന ആളോ അല്ല സത്യൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്? കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അക്രമികൾ എത്തിയതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും എല്ലാം തന്നെ മനസ്സിലാവും. കഴുത്തിലും ശരീരത്തിലും ആസകലം വെട്ടേറ്റ പാടുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ സത്യന്റെ മരണം സംഭവിച്ചതും. എന്തായാലും പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ പ്രാഥമികഘട്ട അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. മൃതദേഹം താലൂക്ക് ആശുപത്രിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് CPIMന്റെ ജില്ലാ നേതാക്കളോ മറ്റോ എത്തിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ CPIM ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത് അദ്ദേഹവും അങ്ങോട്ട് പോവുകയാണെന്നാണ്. CPIMന്റെ ഏരിയ സെക്രട്ടറി ചന്ദ്രൻ മാസ്റ്ററും അതേപോലെ തന്നെ മറ്റ് കൊയിലാണ്ടിയിലെ CPIMന്റെ മറ്റ് പ്രാദേശിക നേതാക്കളും എല്ലാം തന്നെ ഇപ്പോൾ പ്രവർത്തകരും എല്ലാം തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലുണ്ട്. എല്ലാവരും വലിയ അമ്പരപ്പിലാണ്. കാരണം ഇത്തരം ഒരു യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് CPIMന്റെ പ്രാദേശികമായ ഒരു നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുക എന്ന സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു ഞെട്ടലാണ് CPIMന്റെ പ്രാദേശിക നേതൃത്വം എല്ലാം തന്നെ ഉള്ളത്. കാരണം ആ പ്രദേശത്തെ ഒരു ജനകീയനായ വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായി കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതും ആ പ്രദേശത്തെ ഒരു ഉത്സവം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഒരു ആക്രമണത്തിന് സംഘം തെരഞ്ഞെടുത്തു എന്നതെല്ലാം വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകത്തിലേക്ക് ഈ അക്രമി സംഘം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരവും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളും മാത്രമാണ് ഈ പങ്കുവെക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം
നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിലൂടെ മാത്രമായിരിക്കും കൊലപാതകത്തിന് പിന്നിൽ ആരാണ്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ബന്ധമുണ്ടോ, ഒപ്പം രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നോ കൊലപാതകത്തിലേക്ക് നയിച്ചത് നടക്കുമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ നിലയിലുള്ള അന്വേഷണം പ്രാഥമികമായി പോലീസ് പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.